ദ്വിതീയ സ്കന്ധം ദശകം 4 അഷ്ടാംഗയോഗ വർണ്ണനം യോഗസിദ്ധി വർണ്ണനം. പീതാംബരംഗരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം വിധിഭാവയാമി. ശ്രീകൃഷ്ണായ നമ. ശ്രീഹരേ ഗുരുവായൂരപ്പ. ശ്രീഹരേ നമ. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതു വാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢത അതിവീര്യമയി രാപ്ലവാ നിയമൈശ്ച ഭാവിതാ കർമ്മഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമവിവാ ഭവൽപരാ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാ ദദാപഹൃത്യ സ്മഹോ മഹേ ഭവതു വാസനോന്മുഖാ. അസ്ഫുടേവ ഭുഷിതേ പ്രയത്നതോ ധാരയേ മനുഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രിചിന്തകാ. വിസ്ഫുടാവയവഭേദസുന്ദരം തദ്വസുചിരശീലനാവശാൽ ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്തദാശ്രയാ. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷന്മധുതാഹൃതാത്മനം ഉന്മിഷിന്മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ വഭാസതേ. തത്സമാസ്വദനരൂപിണീ സ്ഥിതിം തുസ്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരതഃ പരിച്യുതാ വാരഭേ മഹിതധാരണാധികം. ഇത്തമഭ്യസന നിർഭരോല്ലസാ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ മുക്തമക്തകലമൗലിതാംഗദാ സഞ്ചരേമശുഗനാരദാദിവത്. ത്വത്സമാധിവിജയേ തു യഃ പുനർമക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവൈശ്യമനിലം ഷടാശ്രയേരുന്നതത്യജ സുഷുപ്നയാസനൈ. ലിംഗദേഹമഭി സഞ്ജയന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതുമോ തഥാ സാധമേവ കരണൈർനിരീയതേ. അഗ്നിവാസരവർഷഭക്ഷകൈരുത്തരായണജുഷാ ദൈവതൈ പ്രാപിതോ രവിപദം ഭവൽപരോ മോദവന്തുവപദാന്തമീയതേ. ആസ്ഥിതോധമഹരാലയേ യഥാ ശേഷവക്ത്രദഹനമുഷ്മണാദ്യുതേ ഈയതേ ഭവതു ഭാഷയസ്തദാ വേദസത്പദമതഃ പുരൈവ വാ. തത്തവാ തവ പദേധവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിവിഞ്ച്യ ജഗദോണ്ഡമോജസാ. തസ്യ ചക്ഷിതിപയോ മഹോ നീലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി തത്തദാത്മകതയാ വിശൻ സുഖീയാദിതേ പദമനാവൃതം വിഭോ. അസ്ഥിരാദിഗതിമീദൃശി വ്രജൻ വിച്ഛിതും ന ഭജതേ ജഗൽപദേ
സച്ചിദാത്മകവൽ ഗുണോദയാനുത്തരന്തമനിലേശ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബലിഹാപീഠം മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമന്നാരായണീയത്തിലെ 4-ാമത്തെ ദശകമാണ് പറയുന്നത്. അഷ്ടാംഗയോഗവും തൽസിദ്ധിപ്രകാരവും. ആദ്യത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർപ്പറ്റി പറയാണ്, കല്യതാം മമ കുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. അല്ലയോ ഭക്തന്മാരെ അഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ, എത്രമാത്രം ആരോഗ്യം കൊണ്ട് അവിടുത്തെ ഉപാസനം ചെയ്യപ്പെടുന്നുവോ എനിക്ക് അത്രയും ആരോഗ്യം ഉണ്ടാക്കി തരണമേ. പൂർണ്ണമായ അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് വിളംബമിന്നെ അവിടുത്തെ പ്രസാദം ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകട്ടെ. അടുത്ത ശ്ലോകങ്ങളിൽ അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രഹ്മചര്യദൃഢതാദിഭിർയമേർ ആപ്ലവാദി നിയമൈശ്ച പാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവൽപരാം. അല്ലയോ ഭഗവാനെ, ഈ അടിയങ്ങൾ അങ്ങേ തന്നെ ആശ്രയിച്ചവരായി ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനമോ പത്മാസനം, സ്വസ്തികാസനം മുതലായ ആസനവിശേഷമോ ഏതെങ്കിലും ഒന്ന് അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചുകൊള്ളാം. അടിയങ്ങൾ മനസ്സിൽ ഓങ്കാരത്തെ ഇടമുറിയാതെ ധ്യാനിച്ച് ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷം അകന്നവരായി അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് വേർപിരിച്ച് അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി ഇരുന്നു കൊള്ളാം. ഭഗവാനെ, അടിയങ്ങൾ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത രൂപത്തിൽ പണിപ്പെട്ട ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ ധാരണാ പരിശീലനം കൊണ്ട് ഭക്തി ആനന്ദത്തെയും ഹൃദയ ആർദ്രീഭാവത്തെയും പ്രാപിച്ചുകൊള്ളാം. അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട് അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന മനോഹരമായ അവിടുത്തെ ആ രൂപം സുദീർഘമായ ധാരണാഭ്യാസത്താൽ ക്ലേശം കൂടാതെ മനസ്സിൽ ഭാവന ചെയ്തുകൊള്ളാം. ഭാഗവതത്തിലുണ്ട്, ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരയേ ധീധിയാ എന്ന് ഭഗവാന്റെ സ്ഥൂലരൂപമായ ജഗത്തിൽ മനോധാരണ ആദ്യമായി പറയുന്നു. ധ്യായതാം സകലമൂർത്തിമീദൃശീ ഉന്മിഷൻ മധുരദാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി ദേവ ഭാസതേ. ഹേ ഭഗവാനെ, ഇപ്രകാരമുള്ള സാവയവരൂപത്തെ ധ്യാനിക്കുന്നവരും അഭിവ്യക്തമായ മാധുര്യത്താൽ വശീകൃത ഹൃദയരുമായ യോഗികൾക്ക് ആനന്ദഘനസ്വരൂപവും മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതുമായ അവിടുത്തെ രൂപമാകുന്ന ബ്രഹ്മം പ്രകാശിക്കുന്നു. ഹേ ജഗൽപ്രഭോ, ശുദ്ധ ബ്രഹ്മാനുഭവരൂപമായ അവസ്ഥാവിശേഷമാകുന്ന അവിടുത്തെ സമാധിയെ, നിർവികൽപ്പ സമാധിയെ പ്രാപിച്ചവരായിട്ട് ഈ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വീണ്ടും ധാരണാദികളെ ആരംഭിച്ചുകൊള്ളാം. അടിയങ്ങൾ ഇപ്രകാരം യോഗാഭ്യാസം കൊണ്ട് ഏറ്റവും പ്രകടമാകുന്ന അവിടുന്ന് തന്നെയായ പരബ്രഹ്മാനന്ദം കൊണ്ട് ഉണ്ടായ ഹർഷാതിരേകത്തോടു കൂടിയവരായി ജീവൻ മുക്തരായ ഭക്തശിരോമണികളായി തീർന്നിട്ട് ശ്രീ ശിവബ്രഹ്മർഷി നാരദൻ മുതലായവരെ പോലെ സഞ്ചരിക്കുമാറാകട്ടെ. അല്ലയോ ഭഗവാനെ, യാതൊരുവനാണോ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധിയെ നേടിക്കഴിയുമ്പോൾ ഉടനെ അല്ലെങ്കിൽ അഥവാ ക്രമത്തിൽ മോക്ഷം നേടാൻ തൽപരരായിത്തീരുന്നത്, അവൻ പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ 6 സ്ഥാനങ്ങളിലൂടെ സൂക്ഷ്മ നാഡീദ്വാര മെല്ലെ മെല്ലെ മേൽപോട്ട് ഉയർത്തുന്നു.
മൂലാധാരം, നാഭി, ഹൃദയം, ഉരസ്, താലുമൂലം, ഭ്രൂമധ്യം എന്നിവയാണ് 6 സ്ഥാനങ്ങൾ. ഭഗവാനെ, ബ്രഹ്മലോകാദി സുഖങ്ങളിൽ കൊതിയില്ലാത്ത യോഗി പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തി അല്പനേരം നിർത്തിയതിനു ശേഷം സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിക്കുന്നവരായിട്ട് പരബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു. ബ്രഹ്മാദിലോകങ്ങൾ കൊതിക്കുന്നവനാകട്ടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി തന്നെ നിർഗമിക്കുന്നു. ശരണം. അഗ്നിവാസര വളർക്ഷഭക്ഷകേ ഉത്തരായണ ജുഷാച ദൈവതേ പ്രാപിതോ രവിപദം ഭവൽ പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ലയോ ഭഗവാനെ, അവിടുത്തെ മുഖ്യമായി സേവിച്ച യോഗി അഗ്നി, പകൽ സമയം, ശുക്ലപക്ഷം ഇവയെ അധിഷ്ഠാനം ചെയ്യുന്നവയും ഉത്തരായണ കാലാധിഷ്ഠിതങ്ങളും ആയ ദേവതകളാൽ സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായിട്ട് ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവലോക പര്യന്തം എത്തിച്ചേരുന്നു. ആ ധ്രുവപദ പ്രാപ്തിക്ക് ശേഷം മഹർലോകത്തിൽ സുഖമായി വസിക്കുന്നവനായിട്ട് എപ്പോൾ അനന്തൻ്റെ മുഖത്തിൽ നിന്നുയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിക്കപ്പെടുന്നുവോ അപ്പോൾ തന്നെ അങ്ങയെ ശരണം പ്രാപിച്ച് ബ്രഹ്മലോകം പ്രാപിക്കുന്നു. ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പാദത്തിലോ വസിക്കുന്നവനായിട്ട് യോഗി പ്രാകൃതപ്രളയത്തിൽ എന്നുവെച്ചാൽ ബ്രഹ്മപ്രളയത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഇച്ഛാനുസാരം പ്രാകൃതപ്രളയത്തിന് മുമ്പ് തന്നെ തൻ്റെ യോഗബലം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിക്കുന്നു. ഹേ പരിപൂർണ സ്വരൂപ, യോഗി ബ്രഹ്മാണ്ടത്തിൻ്റെ പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മായ എന്നീ 7 ആവരണങ്ങളെ അതതിൻ്റെ സ്വരൂപത്തിൽ പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിച്ച് അവിടുത്തെ ആവരണരഹിതമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. അല്ലയോ ജഗദീശ്വര, ഇപ്രകാരമുള്ള തേജോലോകാധിഗതിയെ പ്രാപിക്കുന്നവനായ യോഗി പുനരാവർത്തിയെ പ്രാപിക്കുന്നില്ല. സച്ചിദാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, അവിടുത്തെ ഗുണോത്കർഷങ്ങളെ കീർത്തനം ചെയ്യുന്ന ഈ അടിയനെ രക്ഷിക്കണമേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.